ഇല്ലണ്ണ, ഞാൻ പിന്നെ കഴിക്കാം. പോയി കഴിക്കും. അമ്മ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ വിഷമമായാ? അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് അതൊക്കെ. അമ്മയുടെ വിഷമം കൊണ്ടാണ് പോലും. സുരഭി, ബാക്കിയുള്ള മനുഷ്യർക്ക് എന്താ സ്വന്തമായിട്ട് മനസ്സില്ലേ? ബാക്കിയുള്ള മനസ്സെന്താ കല്ലുള്ള വല്ലതും കൊണ്ടുണ്ടാക്കിയതാണോ? അണ്ണൻ ദേഷ്യപ്പെടൂലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അമ്മ പറഞ്ഞു തീർത്ത ഉടനെ സുരഭിയും തുടങ്ങാൻ നിൽക്കുവാ ഇനി? എന്താന്ന് വെച്ചാ പറ. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതില് കുറച്ചെങ്കിലും സത്യം ഇല്ലേ അണ്ണ? അണ്ണന്റെ ജീവിതത്തില് എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് അണ്ണന് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞ ഞാൻ അണ്ണനെ മനസ്സിലാക്കിയെടുത്തോളം അണ്ണൻ ഭയങ്കര ഭാഗ്യവാനാ. അണ്ണ ഒരു കുറവ് അറിയാതെയാണ് ഇത്രയും നാളും ജീവിച്ചത് തന്നെ. മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് അണ്ണന്റെ കൺമുന്നിലെത്തും. ഭയങ്കര സൗഭാഗ്യമൊക്കെ നിറഞ്ഞൊരാളാണ് സത്യം. അമ്മ അണ്ണന് ഒരു കുറവുകളും അറിയിച്ചിട്ടില്ല. അണ്ണൊരു കാര്യം അറിയോ? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പേനയ്ക്ക് വേണ്ടിയിട്ടും ഒരു ബുക്കിനൊക്കെ വേണ്ടി ഞാൻ പിള്ളേർക്ക് തെണ്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇല്ലായ്മ അറിഞ്ഞൊരാളാണ് കണ്ണ. ശരിക്കും പറഞ്ഞ ഞാൻ എന്റെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ അണ്ണ ഇവിടെ അണ്ണന്റെ അമ്മ ഇതുവരെ ഒരു കുറവ് അറിയിക്കാതെയാണ് അണ്ണനെ വളർത്തിയിട്ടുള്ളത്. അതറിയോ? അമ്മ എന്റെ പറഞ്ഞിട്ടുണ്ട്, അണ്ണന്റെ അച്ഛൻ പോയതിനു ശേഷം പ്രക്ഷോഭനാണ് ഈ കുടുംബം ഏറ്റെടുത്തതെന്ന്. എന്നിട്ട് കൂടി ഒരു വിഷമവും ആ അമ്മയോ ചേട്ടനോ അണ്ണനെ അറിയിച്ചിട്ടില്ല. ചിലപ്പോ അണ്ണൻ ഇളയ മോനായതുകൊണ്ടായിരിക്കാം അവരിതൊന്നും പറയാതെ അവർ ഈ കുടുംബം കൊണ്ടുപോയത്. സുരഭി പറയുന്ന കാര്യങ്ങളാണ് ശരിയാ. ഞാനിനി എന്ത് ചെയ്യണമെന്ന് താൻ പറയുന്നത്? അണ്ണാ, നമുക്ക് എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും സ്വത്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അധ്വാനിച്ച് തന്നെ ജീവിക്കണോ അണ്ണാ? അത് നല്ല ആരോഗ്യമുള്ള സമയത്ത്. ഇല്ലെങ്കിലേ ഈ ഒരു ചായയുടെ അവസ്ഥയായിപ്പോ. തണുത്ത് കഴിഞ്ഞ പിന്നെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം തിന്നു നോടക്കും. തങ്കഭസ്മക്കുറിയിട്ട ആഹാ, നിങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ട് എന്താ ഇത്ര താമസിച്ചത്? അയ്യോ, ഒന്നും പറയണ്ട മുത്തണ്ണ. അമ്പലത്തിൽ എന്തോ ഒരു തിരക്ക്, സൂചി കുത്താൻ ഇടവില്ല. ആ, അമ്പലത്തിൽ പോകുമ്പോ സൂചി എന്തിനു കൊണ്ടുപോകണത്? ഇനി പോകുമ്പോ സൂചി കൊണ്ടുപോകരുത് കേട്ടാ. ചിരി ചിരി, മതി മതി. നല്ല കോമഡി. പറയട്ടെ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇവക്ക് സൂല് പോണെന്ന്. അതിന് സൂല് പോണെന്ന് ഒരുപാട് തവണ പോയിട്ടുള്ളതല്ലേ? ആ, അവളുടെ കൂട്ടുകാരെങ്ങാണ്ട് അവിടെ ഉണ്ടെന്ന്. അത് കരടിയും പുലിയാ? അയ്യോ, കരടി പുലിയൊന്നും അല്ല മുത്തോങ്ങളെ. എന്റെ സ്കൂളിലെ ഫ്രണ്ട്സ് അവിടെ വരുമെന്ന് ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞു. ആ, അത് പറ. ഞാൻ വിചാരിച്ചു കുഞ്ഞു മൗഗ്ലി ആയെന്ന്. അയ്യോ, കുഞ്ഞു മൗഗ്ലി തന്നെയായിരുന്നു അവിടെ ചെന്നപ്പോ. ആ, അവിടെ ചെന്ന് എന്നെ വേണ്ട, കൂട്ടുകാരുമായിട്ട് അങ്ങ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് ഞാൻ കരുതി അവിടുത്തെ പുലിയും കരടിയൊക്കെ അങ്ങ് ഇളകി ഇങ്ങ് വരുന്നു. ഇവിടെ ബഹളം ചുമ്മാതാ മുത്തോങ്ങളെ, ചുമ്മാതാ. ഒരു ചുമ്മാതല്ല, ഞാൻ എന്റെ കണ്ണിന് കണ്ടോണ്ടിരിക്കുകയാണെ. അവിടുത്തെ ഹിപ്പോപ്പൊട്ടാമസ് ഇല്ലേ, ഇവരുടെ ബഹളം കേട്ട് ബ്ലുമ്മിന്ന് താഴോട്ട് പോയതാ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ എന്തായാലും പൊന്നിട്ടില്ല. അത് അമ്മയെ കണ്ടിട്ടായിരിക്കും. അതെന്തിന്? ഞാൻ അതിന്റെ കടം വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാനേ നേരത്തെ പറഞ്ഞില്ല സൂചിയുടെ കോമഡി ഇല്ലായിരുന്നു, അത് ഇതിനേക്കാളും കൊള്ളായിരുന്നു. എന്റെ പൊന്നു മുത്തോണ, നിങ്ങളുടെ കൂടെ ഈ വീട്ടിനകത്തല്ലേ താമസം. അപ്പൊ ഇതുപോലത്തെ കോമഡി അടിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. എനിക്ക് നല്ല വിശന്നിട്ട് വയ്യ. ഇവള് അവിടുന്ന് കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഭാഗം കഴിച്ചില്ലേ. നല്ല വിശപ്പ്. വല്ല ഇരിപ്പുണ്ടോ? എല്ലാം ഇരിപ്പുണ്ട്, ഉണ്ടാക്കിയത് അതുപോലെ ഇരിപ്പുണ്ട്. കൊച്ചമ്മയും സുരഭിയും കുറച്ച് കഴിച്ചെന്ന് വരുത്തി. പ്രതീക്ഷ കുഞ്ഞ് കഴിച്ചു, പക്ഷെ കഴിച്ചില്ല. ആ പരുവത്തിലാണ്. അതെന്തുറ്റി? ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മുട്ടം വഴക്ക്. അയ്യോ, എന്ത് വഴക്കാണ്? എന്ത് വഴക്കാണ്? സ്ഥിരമുള്ള വഴക്ക് തന്നെ, ജോലിക്കാര്യം. ആ, വിശദമായിട്ട് ഞാൻ പിന്നെ കേക്കാം. എനിക്കിപ്പോ വിശക്കുന്നു. പിന്നെ കേൾക്കാനൊന്നുമല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. എന്നാലും കുറച്ച് വിശദമായിട്ട് ഞാൻ കേക്കാം. വാ. അയ്യോ, വിശക്കുന്നേ.
ആരെങ്കിലും പറ്റി പറയുന്ന കേൾക്ക എന്ത് സുഖം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.